എൻ്റെ അടുത്തൊരു ചെറിയൊരു ടോയ് ഉണ്ടായിരുന്നേ. റിയോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ പുറത്ത് പോയ സമയത്ത് ഞാൻ വാങ്ങി വെച്ചതാണ്. ചെറിയൊരു ടോയാണ് റിയോന്. ഓൾറെഡി ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഫ്ലോറിലുണ്ട്, റിയോൻ്റെ തന്നെ സാധനങ്ങൾ, ടോയ്സ് തന്നെ. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. സോറി, ബാക്ക്ഗ്രൗണ്ട് റിയോ ഇങ്ങനെ മാന്തിയിട്ട് ഡോറൊക്കെ അടിച്ചു വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് കൊടുത്തിട്ടുള്ള റിയാക്ഷൻ നോക്കാം കേട്ടോ. റിയോന് ഞാനൊരു ടോയ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആദ്യം റിയോന് എന്താ സാധനം ഒന്നും മനസ്സിലായില്ല. എന്തോ സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഒന്നുകൂടി ചോദിച്ചു, റിയോനൊരു ടോയ് വേണോ? റിയോന്? ഇങ്ങോട്ട് നോക്കിയേ, എന്താ ചെയ്യുന്ന റിയോ? ഇഷ്ടപ്പെട്ടോ ടോയ്? ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ടോയ് ഇഷ്ടപ്പെട്ടോ റിയോ? അപ്പോൾ റിയോനുള്ള സർപ്രൈസ് അതേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക്, അച്ഛനമ്മയോ അമ്മമ്മയോ വീട്ടിലുള്ള ആരെങ്കിലും, ഇപ്പം ഹസ്ബൻഡ് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആർക്കെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം കൊടുക്കാൻ, അവരുടെ ലൈഫ്, അവരുടെ ആ ഒരു മൊമെൻ്റ് ഹാപ്പി ആക്കാൻ നമുക്കൊരു പ്രത്യേക ദിവസം കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ബർത്ത്ഡേ, ആനിവേഴ്സറി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കേഷൻ ആയിക്കോട്ടെ, ആ ഒരു ദിവസം തന്നെ നമുക്ക് കൊടുത്ത് അവരെ ഹാപ്പി ആക്കണമെന്നൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റാൻഡം ഡേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാം. ഇവൻ ഒരു ചോക്ലേറ്റ് ആയാൽ കൂടി അവർ ഓർത്തിട്ട് നമ്മളൊരു സാധനമായിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയേ. ഞാൻ അങ്ങനെയാണ് പൊതുവെ. എനിക്ക് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടമായാൽ, എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഒരു സാധനം ആരെങ്കിലും ഓർത്ത് വാങ്ങിച്ചിട്ട് അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ കണ്ണിലുണ്ടാകുന്ന ഒരു സന്തോഷമില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ആളുടെ ലൈഫ് കളറാക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.